ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ്. രാവിലെ മുതൽ രാത്രി വരെയുള്ള ഇന്നത്തെ ഫുൾ ഡേ റുട്ടീനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഷോപ്പിങ്ങും അതുപോലെ തന്നെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ട ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. അപ്പോൾ പതിവ് പോലെ നമ്മൾ നടക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെടികളൊക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചതാണ്. സിറ്റ് ഔട്ടിലെ ചെടികൾ എടുത്തിട്ട് പുറത്ത് വെച്ചതാണ്. കാരണം വെള്ളം നനയുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടുമല്ലോ. അപ്പോൾ ഇനി അതൊക്കെ എടുത്തു വെക്കണം കേട്ടോ. ഇന്ന് നടക്കാൻ പോകുമ്പോൾ നല്ല മടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ എണീറ്റപ്പോൾ ചെറിയ മഴ ഉണ്ടായിരുന്നു. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ അങ്ങ് പോയി. അങ്ങനെ പിന്നെ അങ്ങ് പോയതാണ് കേട്ടോ. വന്നപ്പോഴത്തേക്കും പിന്നെ നല്ല ഉഷാറായി. മഴയൊക്കെ ആകുമ്പോൾ എന്തായാലും സുബഹി നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാനൊന്നും പോയിട്ടില്ലെങ്കിൽ പിന്നെ കിടക്കാനുള്ളൊരു ടെൻഡൻസി വരും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാനും കൂടെയാണ് കേട്ടോ എൻ്റെ നടക്കാൻ പോക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇന്നലെ കഴുകിയിട്ട് ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങൾ കുറച്ച് കബോർഡിലേക്ക് എടുത്തു വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറച്ച് പ്ലാന്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് റെഡിയാക്കാനുണ്ട്. പ്ലാന്റ്സൊക്കെ കുറച്ച് പിടിപ്പിക്കാനുണ്ട്. ഉള്ളതന്നെ ഒന്ന് റെഡിയാക്കാനുണ്ട്. മുറ്റൊക്കെ ഒന്ന് കുറച്ച് ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്ത് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ. അപ്പോഴാണ് വീണ്ടും ന്യൂനമർദ്ദം മഴ ഒക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മഴ കുറച്ചൊക്കെ പോകുമ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് പ്ലാന്റ്സൊക്കെ പിടിപ്പിച്ച് ക്ലീനാക്കി വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം മുറ്റം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം അടിച്ചു വാരുകയാണ്. കാര്യം മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂലുകൊണ്ട് അടിച്ചാൽ കിട്ടുകയില്ല. നമ്മളെ ഇൻ്റർലോക്കിൻ്റെ മുകളിൽ നിന്ന് അടിച്ചിട്ട് കാട് ഇലയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാട്ടോ. അപ്പോൾ ഡ്രൈ ആകുമ്പോൾ വേഗം അടിച്ചെടുക്കുകയാണ്. അങ്ങനെ മുറ്റടി വേഗം തീർക്കാമെന്ന് വിചാരിച്ച്. ഇനി ഇതാ വെള്ളം ഉറ്റി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് എടുത്തു വെക്കട്ടെ. അപ്പോൾ നല്ല ഫ്രഷ് ഫീൽ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ മഴ നനഞ്ഞിട്ടുള്ള ചെടി. അല്ലെങ്കിലും ഞാൻ രാത്രിയിൽ നന്നായിട്ട് ഇങ്ങനെ ഓസ് പിടിച്ചു കൊടുത്തിട്ട് നനച്ചിട്ട് മുകളിലൂടെ ഒക്കെ നനച്ചിട്ട് അങ്ങനെ വെക്കും. എന്നിട്ട് രാവിലെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴും നല്ലത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ എന്തായാലും മഴയുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇന്നലെ എല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചത് കേട്ടോ. മുറ്റടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സിറ്റൗട്ടും കൂടെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കും കേട്ടോ. എന്നിട്ട് സിറ്റൗട്ടും കൂടെ ഒന്ന് തുടച്ചിടും. പിന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ അകത്തും കിച്ചണിലും ഒക്കെ ആയിട്ടായിരിക്കും കേട്ടോ. കാരണം മുറ്റടിക്കുന്നതിനോട് കൂടിയിട്ട് മുറ്റത്തെ പണി കഴിഞ്ഞു. സിറ്റൗട്ടും അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരികയില്ല കേട്ടോ. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. വീഡിയോ എടുക്കാനുണ്ടെങ്കിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ അകത്തെ പണികളൊക്കെ നമുക്കിങ്ങനെ തീർത്താൽ മതിയല്ലോ. ഈ പ്ലാന്റൊക്കെ ഞാൻ നനക്കുന്നത് ഒരാഴ്ച എന്തായാലും കിട്ടും കേട്ടോ. ഒരാഴ്ച ഞാൻ അങ്ങനെ തന്നെ വെക്കും. എന്നിട്ട് പിന്നെ ഫുള്ളായിട്ട് നന്നായിട്ട് നനച്ചിട്ട് എടുത്തു വെക്കണം കേട്ടോ ചെയ്യുക. മഴയാണെങ്കിൽ ഒരു 1.5 ആഴ്ചയൊക്കെ കിട്ടും. അല്ല സാധാ വെയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരാഴ്ച ഞാൻ അങ്ങനെ വെക്കും കേട്ടോ. എന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് അഗ്ലോണിമ വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ പാർട്ടീഷനിൽ അവിടെ ആ ഒരു സ്റ്റാൻഡിലാണെങ്കിൽ ആന്തൂറിയം അങ്ങനത്തെ ഒക്കെ അല്ലേ. അപ്പോൾ ഒരാഴ്ച എനിക്കും കിട്ടലുണ്ട് കേട്ടോ. അത്രയും ഞാൻ വെക്കലുണ്ട്. ഇല്ലെങ്കിൽ അഗ്ലോണിമൊക്കെ വെള്ളം കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരലില്ല. അപ്പോൾ അതും ആ ഭാഗവും സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ വെയിലൊക്കെ വരുന്നത് കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നേ. അപ്പോൾ റഫീക്ക വന്നിട്ട് പറഞ്ഞു, റഫീക്ക അവിടെ തേങ്ങ പൊളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റഫീക്ക വന്നിട്ട് പറഞ്ഞു നമുക്ക് ഒന്ന് കോഴിക്കോട് പോയാലോ എന്നിട്ട് ഒരു യാത്ര പോയാലോ എന്ന് പറഞ്ഞു. റഫീഖയ്ക്ക് 1-2 ആവശ്യങ്ങളുണ്ട്. പിന്നെ ഒരു യാത്രയും ആവാമെന്ന് വിചാരിച്ചു. ഇന്ന് റഫീഖ ലീവായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ പിന്നെ വേഗം ഞാൻ പറഞ്ഞു നമുക്ക് റഫീഖ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് നല്ല വിശപ്പല്ലേ, നമുക്ക് നടക്കാനൊക്കെ പോയി കഴിഞ്ഞ് വന്നാൽ പിന്നെ വിശപ്പിൻ്റെ കാര്യം പറയണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും നമുക്കൊരു ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ വാവയും ഉള്ളതല്ലേ, ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെക്കുകയും വേണം. അപ്പം
എന്തെങ്കിലും തട്ടിക്കൂട്ടട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ കിച്ചണിലേക്ക് വേഗം വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങണം. അപ്പോൾ ഇതാ ഞാൻ ഒരു 2 കപ്പളവ് മൈദ എടുത്തിട്ടുണ്ടേ. മൈദ ഞാനിപ്പോൾ അരക്കപ്പളവിലാണ് എടുത്തത്. അതാണ് 4 കപ്പളത്തിൽ. നിങ്ങൾ എടുക്കുമ്പോൾ 2 ഗ്ലാസ് അങ്ങനെ കണക്കാക്കി എടുത്താലും മതി കേട്ടോ. അതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് മാവിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ്, ആവശ്യത്തിലുള്ള വെള്ളം, ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ടൈറ്റാണ് പിന്നെയും കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാടങ്ങ് ആദ്യം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കിയിട്ട് എടുക്കണ്ട. ഇത് നമ്മൾ മൈദയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുക. വേണമെങ്കിൽ പകുതി അരിപ്പൊടി, പച്ചരിപ്പൊടി ഇല്ലേ, അതും പകുതി മൈദയും അങ്ങനെയും ആക്കിയിട്ടെടുക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം ഇത് കലക്കിയെടുക്കാൻ കേട്ടോ. മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഫുൾ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഹെൽത്തി അല്ല, പക്ഷേ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മൾ മുട്ടപ്പത്തിരി, ചിലയിടത്ത് ഇതിന് ഓട്ടട എന്ന് പറയും, പക്ഷെ നമ്മളിവിടെ ഇതല്ല കേട്ടോ ഓട്ടട. നമ്മളിവിടെ പത്തിരിപ്പൊടിയിൽ അല്ലെങ്കിൽ പച്ചരി അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഓട്ടട. ഞാൻ റെസിപ്പി മുന്നേ കാണിച്ചിട്ടുണ്ട്. മുട്ടപ്പം, മുട്ടപ്പത്തിരി, ഓട്ടട അങ്ങനെയൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ. കുറേ പേർക്കൊക്കെ അറിയുന്നത് തന്നെ ആയിരിക്കും, അറിയാത്തവർക്ക് പറഞ്ഞു തന്നതാണേ. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം കേട്ടോ. മൈദ ആയതുകൊണ്ട് ഞാൻ അത്ര അങ്ങ് നിർബന്ധിക്കുന്നില്ല, അത്ര ഹെൽത്തി അല്ല. ഞാനൊന്നും ഇന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗം അങ്ങ് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മൈദ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അങ്ങോട്ട് ഉണ്ടാക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. കഴിച്ചിട്ടുള്ളവർക്കും ഉണ്ടാക്കിയിട്ടുള്ളവർക്കും അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ നന്നായിട്ട് ലംസൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലൂസായിട്ട് പോകരുത്, ഒരുപാട് അങ്ങ് കട്ടിയായിട്ടും പോകരുത്. ഇത് നമ്മൾ ഇങ്ങനത്തെ ചട്ടിയില്ല, നോൺ സ്റ്റിക്കിലൊന്നും ഉണ്ടാക്കിയാൽ ഇത് നന്നാവില്ല കേട്ടോ. ആ ഒരു കുത്തു വരണം, നമുക്ക് അത് കിട്ടൂല. ഈ ഒരു പത്തിരിച്ചട്ടിയില്ലേ, പണ്ടത്തെ പത്തിരിച്ചട്ടി, ഓട്ടടച്ചട്ടി നമ്മളവിടെ പറയും. അപ്പോൾ അതിൽ മൺചട്ടി കേട്ടോ, അത് വെച്ച് കൊടുത്തിട്ട് അതിലൊഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ മാവ് ഓരോ തവി വീതം മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിയേ. കാരണം എഗ്ഗാണ്, മൈദയാണ്, പെട്ടെന്ന് കരിയും. നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്നതിനേക്കാളും പെട്ടെന്ന് കരിഞ്ഞു കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം, ഒരു ഹോൾസുകൾ, ഇങ്ങനെ നിറച്ച് ഹോൾസുകൾ വരും. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ആ ഹോൾസ് വന്നത് ഇത് കണ്ടോ, ഹോൾസ് വന്നതിന് ശേഷം മാത്രം അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ കുക്കാവുകയെ. കാരണം നമ്മൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയായിരിക്കും. പിന്നെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഹോൾസൊക്കെ വന്ന് വെന്ത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കുറച്ച് സമയം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് സമയം വെച്ച് കൊടുത്തിട്ട് കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ കൂടെ നമ്മൾ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം, പക്ഷേ ഇതിൻ്റെ കൂടെ ഏറ്റവും കോമ്പിനേഷനായിട്ട് വരുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടിയിട്ട് കഴിക്കാൻ ഇത് കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. വല്ലപ്പോഴും, എപ്പോഴൊന്നും ഉണ്ടാക്കാതെ വല്ലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈറ്റാണേ. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മളിങ്ങനെ ചട്ടിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഓട്ടട പോലെ ഇരിക്കും, കുറച്ചൊരു ഹാർഡല്ല. നിങ്ങൾക്ക് ഞാൻ എടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഒരു അപ്പത്തിൻ്റെ ഒരു സ്റ്റൈല്. പക്ഷേ നമ്മൾ കാസറോളിൽ ഇട്ടിട്ട് അടച്ച് 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് നല്ല സോഫ്റ്റ് ആവട്ടാ. ഇത് കണ്ട ഇങ്ങനെ. അപ്പോൾ ഞാൻ അപ്പമൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേഗം കഴിക്കട്ടെ. അപ്പോൾ ഞാൻ റഫീഖൻ വേഗം കഴിക്കട്ടെ കേട്ടോ. വാവ എണീറ്റിട്ടില്ല, അപ്പോൾ വാവിനോട് പറഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതാ ഞാൻ അത് ചൂടുന്നതിൻ്റെ ഇടയിൽ കുറച്ച് തേങ്ങ ചെറുകിയതുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഫ്രീസറിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആക്കിയിട്ടെടുത്തു. ഇത് റഫീഖാണ് കേട്ടോ വിളമ്പുന്നത്. ഞാൻ തേങ്ങാപ്പാൽ നന്നായിട്ട് അത് കുടിക്കുന്ന രീതിയിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ റഫീഖ് എനിക്കും ഇത് പഞ്ചസാര കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര കഴിക്കാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാര ഇടുന്നില്ല. റഫീഖാക്ക് ഇതാ ഈ രീതിയിൽ കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. എപ്പോഴും ഉണ്ടാക്കണ്ട, ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം. മാവ് നിങ്ങൾ ആക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായിട്ട് പോകരുത്, ഒരുപാട് തിക്കായിട്ടും പോകരുത്. നമ്മൾ ആ ഓട്ടടേൻ്റെ കൺസിസ്റ്റൻസി അത് തന്നെയാണ് കേട്ടോ കറക്റ്റ്. ദോശമാവിൻ്റെ, ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി അത്രയും മതി. പിന്നെ ഈ ഒരു മണ്ണിൻ്റെ ചട്ടിയില്ലേ, അത് നിർബന്ധമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ടയറെല്ലാം ചുടുന്ന അങ്ങനത്തെ ചട്ടിയില്ലേ മണ്ണിൻ്റെ, അതായാലും മതി. അതോ ഈ ചട്ടിയോ കേട്ടോ ഇതിനായിട്ട് എടുക്കുക. നോൺ സ്റ്റിക്കിൽ ഒട്ടും റെഡി ആവില്ല കേട്ടോ. ആ ഹോൾസും കാര്യങ്ങളും ഒന്നും വരില്ല. അതിൽ ട്രൈ ചെയ്യാനേ നിൽക്കണ്ട കേട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇറങ്ങാനും കൂടെ ഉണ്ട്. കുറച്ച് ക്ലീനിങ് എനിക്ക് ബാക്കിയുണ്ട്. ഇപ്പോൾ കിച്ചൺ ഒന്ന് വൈപ്പ് ചെയ്തിടണം. പിന്നെ ചോറും കറിയൊക്കെ നിലത്തത് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പോകാനും തന്നെ വിചാരിച്ചത്. ഇപ്പോൾ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണ്. പിന്നെ അങ്ങനെ പോകുന്ന ദിവസം വല്ലാത്ത ക്ലീനിങ്ങിനൊന്നും ഞാൻ നിൽക്കൂല കേട്ടോ. എന്തെങ്കിലും അർജൻറ്റ് പണികൾ തീർക്കാനുണ്ട് അത് മാത്രം ഒന്ന് ജസ്റ്റ് തീർക്കുക. പണികളൊക്കെ നമുക്ക് നാളെ എടുക്കാമല്ലോ, അത്ര തന്നെ. പോകുന്ന സമയം അത് എൻജോയ് ചെയ്യുക, അത്ര തന്നെ കേട്ടോ. ഇത് ഞാൻ ഇന്നലെ അലക്കിയിട്ടതാണ് കേട്ടോ. മഴയായത് കാരണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല പുറത്ത് അയലും. അപ്പോൾ അതൊന്നും എടുത്തിട്ട് മുകളിലേക്ക് ഇട്ടതാ. ഒക്കെ ഒന്ന് വിരിച്ചിടട്ടെ. കുറച്ച് അലക്കിയതുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ. എന്തായാലും പുറത്തിട്ട് കഴിഞ്ഞാൽ ഇന്ന് ഉണങ്ങലുണ്ടാവില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങട്ടെ. പിന്നെ നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പോൾ ഇത് നമ്മൾ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ റഫീഖാൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബീച്ചിലൊക്കെ പോയി അങ്ങനെ കുറച്ച് സമയമൊക്കെ ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അപ്പം നമുക്ക് നമ്മളെ പരപ്പനങ്ങാടി നഹാസ് ഹോസ്പിറ്റലിൽ നമുക്കൊരു ടെസ്റ്റ് റിസൾട്ട് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ മുന്നത്തെ. അപ്പോൾ അത് റിസൾട്ട് അവിടെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നു. അതും വാങ്ങിച്ച് തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്നുണ്ട് ട്രെൻഡ്സ് വരുന്നുണ്ട് ഷോപ്പ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയതാണ് കേട്ടോ. ഒന്ന് നോക്കാം, ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. അങ്ങനെ നല്ലതെന്തെങ്കിലും കൈ കിട്ടുകയാണെങ്കിൽ എടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ ഞാനും റഫീഖും കൂടെ ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല കളക്ഷൻസ് കാണലുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ കുളിച്ചിട്ടിട്ട് ആ ഒരു മജന്ത ഡ്രസ്സില്ലേ, കഫ്താൻ ടൈപ്പ്, അത് ഞാൻ കോഴിക്കോട് ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് എന്തായാലും ഓഫറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളത് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. അത് ഞാനിങ്ങനെ ചോദിക്കായിരുന്നു അവരോട്. അപ്പോൾ നിങ്ങൾ എടുത്തോ, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓഫറിൻ്റെ കാര്യം, ബില്ലാക്കുമ്പോൾ അറിയാൻ പറ്റുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവർ. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ആയിട്ട് സെറ്റാകുന്നില്ല. എനിക്കിഷ്ടപ്പെടുന്നത് റഫീഖയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, റഫീഖയ്ക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ കയ്യോ കാലോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവുകയില്ല. അപ്പം അങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. സെലക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ, കുറേ സെലക്ഷൻസ് ഉണ്ട്. എനിക്ക് എന്തോ സൂട്ടായി ഇങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ 1-2 ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെട്ടു. ഇനി ഇതൊന്ന് ട്രൈ ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. നമുക്ക് സ്ലീവും കാര്യങ്ങളും ഒക്കെ നോക്കി വരണ്ടേ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് 2 അപ്പോൾ ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്. ട്രെൻഡ്സിൽ നിന്ന് എനിക്ക് നല്ല ഓഫറിൽ കിട്ടലുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരിക. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റഫീഖാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റഫീഖക്ക് നമ്മളെ വയനാട് സിന്ദൂർ അല്ലാതെ ഒരു ഷോപ്പൊന്നും ഡ്രസ്സ് എടുക്കുന്നത് ഇഷ്ടമല്ല. അവിടെ നിന്ന് എന്തെടുത്താലും ഓക്കെയാണ് കേട്ടോ. വേറെ എവിടെന്നെങ്കിലും നമ്മൾ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഇത് വേണോ, ഇങ്ങനത്തെ സിന്ദൂറിൽ നിന്ന് കിട്ടൂലേ, ഇത് സിന്ദൂറിൽ ഉണ്ടാവില്ലേ, അങ്ങനെ പറയുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ നമ്മളെ തളർത്തും. അങ്ങനെ പിന്നെ ഒന്നും എനിക്ക് ശരിയായിട്ട് കിട്ടിയിട്ടില്ല. കുറേ നോക്കിയിട്ടോ നമ്മൾ. കുഴപ്പമില്ല. പക്ഷെ ഇട്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ തന്നെയായിരുന്നു. ഭംഗിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട്. പക്ഷേ ആ ഒരു റേറ്റും എല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കതൊരു എല്ലാം നമ്മൾ നോക്കൂലേ, ആ ഒരു റേറ്റിന് വെർത്താണോ എല്ലാം നോക്കിയിട്ടല്ലേ നമ്മൾ ഡ്രസ്സ് എടുക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരു ഓക്കെ അല്ലാത്ത പോലെ തോന്നും കേട്ടോ. അങ്ങനെ പിന്നെ ഇപ്പം ഞാൻ നോക്കിയതൊക്കെ അവിടെ വെച്ചു. പിന്നെയും ഒന്നുകൂടെയൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വീണ്ടും നോക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മൾ വേണ്ടാന്ന് വിചാരിച്ച് ഇറങ്ങാൻ സമയത്ത് എനിക്ക് കുറച്ച് ടോപ്പല്ല സെറ്റായിട്ടുള്ള ചുരിദാറിൻ്റെ കിട്ടിയിട്ടോ. അങ്ങനെ
ഭയങ്കരമായിട്ടുള്ളതല്ല. നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ടൗണിലൊക്കെ പോകാൻ ഒക്കെ ഷോപ്പിങ്ങിനൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടൂലേ. അപ്പോൾ അങ്ങനെ എനിക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇടാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഡ്രസ്സും കൂടെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വേണ്ട എന്ന് വിചാരിച്ച് ഇറങ്ങാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറേ എണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓഫറും കൂടെ ആയപ്പോൾ നമുക്ക് നല്ല ഒരു ഓഫർ പ്രൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന് ഒന്നിന് റേറ്റ് വരുന്നത് 999 കേട്ടോ. അതായത് 1000 തന്നെ, അതിനെയാണ് 999 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പാണ് കേട്ടോ വരുന്നത്. ഇതിങ്ങനെ 3/4 സ്ലീവ് വരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാകുമ്പോൾ തൽക്കാലം ഒന്ന് പുറത്തു പോകാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ നെക്കൊക്കെ കണ്ടോ, നല്ല കുറച്ച് സ്റ്റാൻഡേർഡാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്ലീവൊക്കെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ആ സ്ലീവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അത്യാവശ്യം ലൂസിലുമാണ് വരുന്നത്. എൻ്റെ സൈസ് XL ആട്ടോ വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ അതിൽ ഒരു 3-4 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ആ ഒരു നേവി ബ്ലൂ, പിന്നെ എനിക്കത് നേവി ബ്ലൂ ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഓഫ് വൈറ്റ് അതെൻ്റെ ഫേവറേറ്റ് കളറാണ്. ഇതിൻ്റെ കട്ടിങ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നെക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ശരിക്കും 4 സെറ്റും ഒരു ടോപ്പുമാണ് കേട്ടോ എടുത്തത്. അതായത് 4600 സംതിങ് പർച്ചേസ് ചെയ്തു. പക്ഷെ നമുക്കായത് 3000 രൂപ കേട്ടോ നമുക്ക് പർച്ചേസ് ചെയ്തപ്പോൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ നമുക്ക് ഓഫർ കയറി വരും. അപ്പോൾ ഇത്ര ഡ്രസ്സ് ഇത് പർച്ചേസ് ചെയ്യാൻ ഇത്ര റേറ്റിനും കൂടെ നിങ്ങൾക്ക് 1500 കൂടെ പർച്ചേസ് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് അങ്ങനെ നമുക്കെല്ലാം കിട്ടിയിട്ടാണ്. നല്ലൊരു ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് കുറേ ഡ്രസ്സ് കിട്ടിയെന്ന് പറയാം. ഇത് ഒരു ടോപ്പായിട്ട് തന്നെ ലാസ്റ്റ് ഒരു 500 രൂപയ്ക്കും കൂടെ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ 400 സംതിങ്ങിൻ്റെ ഒരു സിമ്പിൾ ടോപ്പും കൂടെ കിട്ടിയതാണ് കേട്ടോ. വീട്ടിലൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്ന ഇതായത് കേട്ടോ. ഇതൊരു ബേബി പിങ്ക്, അതിലൊരു വൈറ്റ് കളർ. നെക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അധികം ഇങ്ങനെ ഇറങ്ങി നിൽക്കാത്ത നെക്ക്. എല്ലാം 3/4 ഫുൾ സ്ലീവ് നോക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാനല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കളർ കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടുത്തെ ആ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇടാൻ നല്ല സുഖമുള്ള ക്ലോത്ത്. അങ്ങനെ നമ്മൾ അതും എടുത്ത് പിന്നെ അങ്ങനെ പതുക്കെ അവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 4-5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ വന്നപ്പോൾ സുഹൃത്ത് വന്നിട്ടുണ്ട് കേട്ടോ. റഫീഖാൻ്റെ പെങ്ങൾ സുഹൃത്ത് വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ ഫംഗ്ഷൻ ഉണ്ടായ സമയത്ത്, പാർട്ടി ഉണ്ടായിരുന്ന സമയത്ത് സുഹൃത്തേയും അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ കോഴിക്കോട് പോയതായിരുന്നു അളിയൻ്റെ ഉമ്മാൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് സുഹൃത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വന്ന് കുറച്ച് സമയം കിടന്നു കേട്ടോ. കിടന്നല്ല, നല്ലോണം ഒന്ന് ഉറങ്ങി. നമുക്ക് യാത്ര പോയ ചെറിയൊരു ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ലോണം ഒന്ന് ഉറങ്ങിയും കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതൊരു മജന്ത കളർ കേട്ടോ. ഞാനിപ്പോൾ ഇട്ട സെയിം കളർ തന്നെയാണ്. ക്ലോത്ത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ നിൽക്കുമായിരിക്കും. ഈ ഒരു ഫ്രണ്ടിൽ ആ ഒരു നെക്കിൻ്റെ അവിടെ ഗോൾഡൻ ഇങ്ങനെ ഒരു എന്താ പറയുക വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്തും ചെറിയൊരു ബോർഡർ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ പാൻറ്റിൻ്റെ താഴെയും അതുപോലെ തന്നെ ചെറിയൊരിത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് 4 സെറ്റ്, അതുപോലെ തന്നെ ഒരു ടോപ്പ്. അതാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ യാത്രയിൽ ഒരു ഷോപ്പിംഗ് കൂടെ ഉണ്ടായാൽ നമുക്ക് അടിപൊളിയായില്ലേ. എനിക്കതാണ് കേട്ടോ മാക്സിമം ഇഷ്ടം. ഒരു ബീച്ച്, ഒരു ഷോപ്പിംഗ്, എന്താ പറയുക, സന്തോഷമായി ഗോപിയേട്ടാന്ന് പറഞ്ഞ മാതിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്ക് സുഹൃത്ത മീൻ എടുത്തിട്ട് ആവോലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആവോലി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അളിയന് ബീഫും ചിക്കനൊന്നും കൂട്ടൂല കേട്ടോ. അപ്പോൾ മീനിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞാൽ മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മീൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ വിട്ടതാ സുഹൃത്തന്നെ മീനെല്ലാം ക്ലീൻ ആക്കിയതാ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം അവിടെ റെഡിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ബിരിയാണിക്കുള്ള അളവിന് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും. അപ്പോൾ സുഹൃത്ത് കുറച്ച് നേരത്തെ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് രാത്രി അളിയനോടും അവരോടൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പറയും. എന്നിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് രാത്രി പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചു നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ മരുമക്കളും 2 മരുമക്കളാട്ടോ ഉള്ളത്. ആൺകുട്ടികൾ 2 ഇവിടെ സ്ഥലത്തില്ല.
അവരെ കുട്ടികളും. അപ്പോൾ പിന്നെ അളിയനുമാണ്. അപ്പോൾ അളിയൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വരാമെന്ന് പറഞ്ഞു. പിന്നെ അവരും വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനേക്കുള്ള ഫുഡൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഫിഷൊക്കെ ഞാനൊന്ന് വരിഞ്ഞും കൂടെ എടുത്തിട്ടുണ്ട്. ബിരിയാണിക്കുള്ള മസാലയ്ക്കുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ അല്ലേ, അതെല്ലാം റെഡിയാക്കി കുക്കറിലിട്ടിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ മീനൊന്ന് മസാലയൊക്കെ പരക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ഫ്രൈ ആക്കുക, ബിരിയാണി ആക്കുക. അപ്പോഴത്തേക്കും നമ്മൾ മസാല റെഡിയാക്കി കിട്ടുമല്ലോ ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സമയം നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉള്ളെങ്കിൽ, ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരിക അങ്ങനെയൊക്കെ അറിഞ്ഞ് കിട്ടിയാൽ നമ്മളൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കാര്യം ഒരു ടൈമിംഗ് ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ മീനൊക്കെ പെരക്കി അതൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മസാലയ്ക്കുള്ള ഉള്ളിയും തക്കാളിയും എടുക്കാൻ വേണ്ടിയിട്ട് പോകരുത്, അല്ലെങ്കിൽ അത് അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടി പോകരുത്. കാര്യം നമുക്കൊരു കണക്കൂട്ടൽ ഉണ്ടായിരിക്കണം. കാരണം മീനെല്ലാം പൊരിച്ച് വരുമ്പോഴത്തേക്കും പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ആ ഒരു സമയം അത് കുക്കാവണ്ടേ. അപ്പോൾ ആദ്യം നമ്മൾ അത് ചെയ്തിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് തന്നെ മറ്റേതവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് മീൻ ഫ്രൈ ചെയ്ത് ആ ഒരു എണ്ണയിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓരോന്നും നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഹറിബറി ആവാതെ അല്ലെങ്കിൽ ഒരു ടെൻഷനില്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പം ഞാനൊരു ഭയങ്കര ലാവിഷ് ഫുഡല്ല, എന്നാലും എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഞാൻ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഡീറ്റെയിൽ റെസിപ്പി ഒന്നും എടുക്കുന്നില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഫിഷ് ബിരിയാണി റെസിപ്പി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് സെർച്ച് ചെയ്ത് കാണുക കേട്ടോ. കുറേ തവണ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മസാല റെഡിയായി. അപ്പുറത്ത് കുക്കറിൽ ഞാൻ നമ്മളിവിടെ മിൽഹമാർട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് കുറച്ച് പാലും കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് സേമിയ പായസം, കുട്ടികളൊക്കെ വരുന്നതല്ലേ, അപ്പോൾ ഒരു പായസം വേഗം ഒന്ന് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുക്കറിലാട്ടോ സേമിയ വേവിക്കുന്നത്. ആ ഒരു ഇൻസ്റ്റൻറ്റ് പായസം അതാണ് ചെയ്യുന്നത്. സേമിയ പായസം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ഒന്നുകൂടി ഈസി ആവുമല്ലോ. അപ്പോൾ അതാ അവിടെ ഒരു വിസിൽ വന്ന് ഓഫാക്കിയിട്ടിട്ടുണ്ട്. ഇനി അത് എയർ പോകുമ്പോഴത്തേക്കും നമ്മളിതാ പാല് തിളക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഗീ റൈസ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സേമിയ പാല് തിളച്ച് വന്നപ്പോൾ സേമിയ കുക്കായതില്ലേ, അത് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ ഇൻസ്റ്റൻറ്റ് സേമിയ പായസം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കിത് റെസിപ്പി കിട്ടുമേ. ഞാനിത് റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഞാനിതിൽ തന്നെ പറയുന്നുണ്ട്. സേമിയ ഒറ്റ വിസിൽ കേട്ടോ. എന്നിട്ട് ഫുൾ എയർ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് വേണമെങ്കിൽ ഓപ്പൺ ആക്കി നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഫുൾ എയർ പോയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കേട്ടോ. ഒരു വിസിൽ കുക്കറിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ചോറിനൊക്കെ വെള്ളം വെക്കൂലേ, അതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നെയ്യിൽ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട്, റോസ്റ്റഡ് സേമിയ തന്നെയാണ്, അതുകൊണ്ട് വെറുതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സെക്കൻഡ് കേട്ടോ ഇളക്കി കൊടുത്തിട്ട് പച്ചവെള്ളം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക ഇരട്ടി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ, അത്ര തന്നെ. ഇനി ഇതാ നമ്മൾ സേമിയ ചേർത്ത് കൊടുത്തു. സേമിയ ചേർത്ത് ഉടനെ തന്നെ പഞ്ചസാരയും മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പഞ്ചസാര പാകത്തിനാക്കി കൊടുത്തു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക, ഒരു മധുരമൊക്കെ ബാലൻസ് ആയിട്ട്. അതിനുശേഷം ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അവസാനമില്ലേ, നമ്മൾ 1-2 ടീസ്പൂൺ മൈദ കുറച്ച് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. മൈദ ഹെൽത്തി അല്ലല്ലോ എന്ന് വിചാരിക്കണ്ട. നമ്മളെ സേമിയം അത്ര ഹെൽത്തിയുള്ള സംഭവമൊന്നുമല്ല. അപ്പോൾ അത് നോക്കണ്ട. വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സേമിയ കുറുക്കിയെടുത്താലും മതി. പക്ഷേ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഒന്നും ചേർക്കാണ്ട് തന്നെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയ പായസത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് അവസാനം ഞാൻ കുറച്ച് നെയ്യ് വെറുതെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ, വറവിട്ടിട്ടൊന്നുമില്ല. കാഷ്നട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വെറുതെ 1-2 ടീസ്പൂൺ നെയ്യ് ഞങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ആക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മളെ പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പായസം കുടിക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മരുവൊക്കെ നിസ്കരിച്ചതിന് ശേഷം എല്ലാവരും പായസമൊക്കെ തണുപ്പിച്ച് കുടിക്കുകയാണ് കേട്ടോ. കാരണം ചൂടോടെ ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കിയതും പിന്നെ പച്ചവെള്ളത്തിൽ വെച്ചിട്ട് തണുപ്പിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ കാര്യം അത്രയല്ല നമുക്ക് സമയമുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവർ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതാ പായസമൊക്കെ കുടിക്കലാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, സുഹൃത്താൻ്റെ 2 മരുമക്കൾ, അവരെ 4 മക്കളും കേട്ടോ.
അപ്പോൾ ആ സമയത്ത് ഞാൻ കുക്കറിൽ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും ദം ചെയ്തെടുക്കും. ഞാനിപ്പോൾ 1.5 കിലോ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കിലോ ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തു, 1/2 കിലോ വേറെയും, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആ ഫംഗ്ഷൻ്റെ എല്ലാവരും വീട്ടിലെല്ലാവരും വന്നൊരു ഫംഗ്ഷൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അതിലൊരു കമൻറ്റ് കണ്ടു. ഞാനന്ന് ഉണ്ടാക്കിയ ബിരിയാണി 4 കിലോ ബിരിയാണി ആയിരുന്നു കേട്ടോ. സാദാ ചോറിൽ വെറും ചോറ് അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 കിലോ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയില്ല. അതിലേക്ക് ചിക്കൻ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു 2.5 കിലോ ചിക്കനായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞു അത് ആർക്കെങ്കിലും തികയോ, അത് കറക്റ്റാണോ എന്നൊരാൾ ഡൗട്ട് ചോദിച്ചു. അതിൻ്റെ അടിയിൽ വേറൊരു കമൻറ്റ് കണ്ടു, ഓരോ പീസ് കൊടുത്താൽ തികയും, അല്ലാണ്ട് തികയില്ല, മിനിമം ഒരു 6 കിലോ ചിക്കനെങ്കിലും വേണം കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് ചെയ്യാത്ത ഒരാളായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങളത് ചെയ്ത് നോക്ക് കേട്ടോ. വെറുതെ വേസ്റ്റായി പോവും. കാരണം മാക്സിമം 3 കിലോ, അതിൽ കൂടുതൽ ചിക്കൻ ആവശ്യമില്ല കേട്ടോ. എങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ അത്രയും വേണ്ടി വരുള്ളൂ. കാര്യം നമ്മൾ 4 കിലോ ഇട്ടിട്ട് ബീഫ് വെക്കുന്നുണ്ട്. ആ ബീഫ് ബിരിയാണി നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ ചിക്കൻ കഴിക്കുക. അല്ലാണ്ട് ബീഫ് നമ്മൾ പീസില്ലാതെ ചിക്കൻ മാത്രമല്ലല്ലോ കഴിക്കുന്നത്. ബിരിയാണിക്കുള്ള പീസ് ഓൾറെഡി നമ്മൾ ബീഫ് ഉണ്ടാവും, പിന്നെ നമ്മൾ എക്സ്ട്രാ ആണ് ചിക്കൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയെ നമുക്ക് ആവശ്യം വരുള്ളൂ, എത്ര കഴിക്കുന്നവരാണെങ്കിൽ കേട്ടോ. നമ്മളൊക്കെ നല്ല കഴിക്കുന്നവർ തന്നെയാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ഞാൻ ക്ലിയർ ആക്കിയത്, ഇപ്പോൾ അത് അറിയാത്തവരുണ്ടാവും. അത് മറ്റേ കമൻറ്റ് റിപ്ലൈ കൊടുത്തതല്ല, അത് അറിയാത്തവരുണ്ടാവും. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു കണക്ക് അറിയാത്തവരുണ്ടാവും. അവരോട് പറഞ്ഞു തരുന്നു കേട്ടോ. 2 ഞാനെടുത്ത്, നിങ്ങൾക്ക് മാക്സിമം വേണമെങ്കിൽ 3 എടുത്താൽ മതി കേട്ടോ. വിളിച്ചു ഇങ്ങോട്ടൊക്കെയാ, രണ്ടാളും കൂടെ കഴിച്ചു കൂടൊക്കെ. മീനിട്ടിട്ടില്ല മുമ്പിലൊന്നും. ഇതൊന്നും മീൻ പറ്റൂലോ. ചിക്കൻ ബിരിയാണി ഒക്കെ മതിയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കട്ടെ. ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവർ പോകും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. പിന്നെ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. രാവിലെ മുതൽ തുടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ യാത്രയുള്ള കുറേ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാര്യം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ രണ്ടാളായിട്ടുള്ള ഒരു ചില്ല് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി, അത്രയൊക്കെ ഉള്ളൂ. ഷോപ്പിംഗ് മാത്രമാണ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴല്ലേ ഇടയ്ക്ക് നമുക്കും ഒന്ന് ഫ്രീ ആവാൻ പറ്റുള്ളൂ, ഫോണും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ. അപ്പം അങ്ങനെ അത്രേ ഉദ്ദേശിച്ചുള്ളൂ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട്, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. അത് കാണുമ്പോഴാണ് നമുക്കും വീഡിയോ ചെയ്യാനും എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.